തമിഴ്നാട് അതിർത്തി കേന്ദ്രീകരിച്ച് അനധികൃത ഓൺലൈൻ ലോട്ടറി വിൽപ്പന സംഘങ്ങൾ തഴച്ചു വളർന്നു. വാട്സപ്പ് വഴിയുള്ള ഈ നിയമവിരുദ്ധ കച്ചവടത്തിനെതിരെ വ്യാപക പരാതി ഉയർന്നിട്ടും പോലീസ് കടുത്ത നടപടികൾക്കൊന്നും മുതിരുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. തമിഴ്നാട് അതിർത്തിയിലും മറ്റു ഭാഗങ്ങളിലും ഓൺലൈൻ ലോട്ടറി വിൽപ്പന സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടിയില്ല. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ലോട്ടറി കടകൾക്ക് നോട്ടീസ് നൽകുക മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യാതെ ഓൺലൈനായി വിൽക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാത്തതിനാൽ വാട്സ്ആപ്പ് വഴിയുള്ള കച്ചവടം പൊടിപൊടിക്കുകയാണ്. നോട്ടീസ് നൽകുന്നതിനൊപ്പം ലോട്ടറി കടകളിലെ ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ ഫോൺ പരിശോധിക്കാൻ തയ്യാറാവാത്തതും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോട്ടറി വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ ലോട്ടറി ഏജൻസികളിൽ നിന്ന് വൻതോതിൽ ടിക്കറ്റ് വാങ്ങി വാട്സ്ആപ്പ് വഴി വിൽക്കുകയാണ് രീതി. അതിനാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ ഏജൻസികളിൽ നിന്ന് വിവരശേഖരണം നടത്തണം. ലോട്ടറി എടുക്കുന്നവരിൽ ഇതര സംസ്ഥാനക്കാരാണ് ഭൂരിഭാഗവും. ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുന്നവരും ഇവരാണ്. അതിനാൽ പോലീസ് ഇതിന് വലിയ പ്രാധാന്യം നൽകാനും തയ്യാറാകുന്നില്ല. തമിഴ്നാട്ടിലെ അതിർത്തി പരിശോധനയിൽ കേരള ലോട്ടറി കണ്ടെടുത്താൽ നടപടി ഉണ്ടാകുന്നതിനാലാണ് ഓൺലൈൻ വിൽപ്പനയെ ആശ്രയിക്കുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യക്കാർ രാവിലെ എത്തി വലിയൊരു സംഖ്യയ്ക്ക് ലോട്ടറി എടുക്കും. പിന്നീട് ഫലം വരുന്ന സമയം വരെ ഇവിടെ ചെലവിട്ട് സമ്മാനം ലഭിച്ചെങ്കിൽ അത് വാങ്ങി അടുത്ത ദിവസത്തെ ടിക്കറ്റും എടുത്താണ് മടക്കം. ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് ഓൺലൈൻ ലോട്ടറി വിൽപ്പന അതിർത്തിയിലെ കടകൾ കേന്ദ്രീകരിച്ച് നടത്താൻ ആരംഭിച്ചത്. ഓൺലൈൻ ലോട്ടറി വിൽപ്പനയ്ക്കായി നിരവധി പേരാണ് ജോലി ചെയ്യുന്നത്. ഓൺലൈനായി ടിക്കറ്റ് വിൽക്കുന്നതും ഒരേ നമ്പർ പലർക്ക് വിൽക്കുന്നതും കുറ്റകരമാണെന്നും പോലീസ് പറയുന്നുണ്ടെങ്കിലും പരിശോധനയും നടപടിയും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് പാലക്കാട്. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.